ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന വിധം ബൈബിളിൽ ഏതു പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു? 1. ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? 2. നിങ്ങൾ ബൈബിൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട്? 3. ബൈബിൾ ദൈവത്തിൽ നിന്നുള്ള വിലയേറിയ ഒരു സമ്മാനമാണ്. അത് സ്നേഹനിധിയായ ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്ന ഒരു എഴുത്തുപോലെയാണ്. അത് ദൈവത്തെ സംബന്ധിച്ച സത്യം നമ്മോട് പറയുന്നു. അവൻ ആരാണെന്നും അവൻ്റെ പ്രമാണങ്ങൾ എന്താണെന്നും പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്നും യഥാർത്ഥ സന്തുഷ്ടി എങ്ങനെ കണ്ടെത്താമെന്നും അത് വിശദീകരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ബൈബിൾ മാത്രമേ നമ്മോട് പറയുന്നുള്ളൂ. സങ്കീർത്തനം 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന്മാരുടെ ഉപദേശമനുസരിച്ചു നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ സന്തുഷ്ടൻ. യഹോവയുടെ നിയമമാണ് അവൻ ആനന്ദം പകരുന്നത്. അവൻ അത് രാവും പകലും മന്ദസ്വരത്തിൽ വായിക്കുന്നു. നീർച്ചാലുകൾക്കരികെ നട്ടിരിക്കുന്ന, കൃത്യസമയത്തു തന്നെ കായ്ക്കുന്ന, ഇലകൾ വാടാത്ത ഒരു മരം പോലെയാണവൻ. അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. യെശയ്യാവ് 48:17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രയേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ പറയുന്നു: നിന്റെ പ്രയോജനത്തിനായി നിന്നെ പഠിപ്പിക്കുകയും പോകേണ്ട വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന യഹോവ എന്ന ഞാനാണ് നിന്റെ ദൈവം. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എത്ര നന്നായിരിക്കും! അപ്പോൾ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിരമാലകൾ പോലെയും ആയിത്തീരും. ഏതാണ്ട് 40 വ്യത്യസ്ത മനുഷ്യർ പൊതുയുഗത്തിനു മുമ്പ് 1513 തുടങ്ങി 1600 വർഷത്തെ ഒരു കാലഘട്ടം കൊണ്ടാണ് ബൈബിൾ എഴുതിയത്. അതിൽ 66 ചെറുപുസ്തകങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ എഴുതിയവർ ദൈവത്താൽ നിശ്വസിതരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ആശയങ്ങളാണ് എഴുതിയത്, അല്ലാതെ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ട് ഭൂമിയിലെ ഏതെങ്കിലും മനുഷ്യനല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവമാണ് ബൈബിളിൻ്റെ ഗ്രന്ഥകർത്താവ്. 2 തിമത്തിയോസ് 3:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തുകൾ മുഴുവൻ ദൈവപ്രചോദിതമായി എഴുതിയതാണ്. അവ പഠിപ്പിക്കാനും ശാസിക്കാനും കാര്യങ്ങൾ നേരെയാക്കാനും നീതിയിൽ ശിക്ഷണം നൽകാനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഏതു കാര്യത്തിനും പറ്റിയ എല്ലാ സത്പ്രവൃത്തിയും ചെയ്യാൻ സജ്ജനായ ഒരാളായിത്തീരുന്നു. 2 പത്രോസ് 1:20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും ആരും സ്വന്തമായി വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ലെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുക. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പകരം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ മനുഷ്യർ പ്രസ്താവിച്ചതാണ് എന്നുകൂടി അറിഞ്ഞുകൊള്ളുക. ബൈബിൾ കൃത്യമായി പകർത്തി എഴുതി സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ദൈവം ഉറപ്പുവരുത്തി. ബൈബിളുകൾ മറ്റേതൊരു പുസ്തകത്തെക്കാളും കൂടുതൽ അച്ചടിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ പഠിക്കുന്നത് കാണുന്നതിൽ എല്ലാവരും സന്തുഷ്ടരായിരിക്കില്ല. എന്നാൽ അത് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ നിത്യഭാവി ഏതു എതിർപ്പും ഗണ്യമാക്കാതെ ദൈവത്തെ അറിയുന്നതിലും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലും ആശ്രയിച്ചിരിക്കുന്നു. മത്തായി 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നീതിക്ക് വേണ്ടി ഉപദ്രവം സഹിക്കേണ്ടി വരുന്നവർ സന്തുഷ്ടർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നെ പ്രതി ആളുകൾ നിങ്ങളെ നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ചു പലതരം അപവാദം പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തുഷ്ടർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് ആനന്ദിച്ചാഹ്ലാദിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. യോഹന്നാൻ 17:3 ഇങ്ങനെ വായിക്കുന്നു: ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അവർ അറിയുന്നതാണ് നിത്യജീവൻ.